മഴ കാരണം കൊണ്ടാണ്. ഒരു ദിവസം പേരക്കുട്ടിയെ ബോർഡൊക്കെ എടുത്ത് കൊടുന്ന് അവിടെ ഉള്ളിൽ കൊടുന്ന് വെച്ചു. അമ്മ ഇത്തിരി മുണ്ടാതിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എന്തിനും അവർ കൈ നീട്ടണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് നമ്മൾ തോണോസ് അങ്ങനെ പോട്ടെ. ശരിക്കും വീട്ടിലെ ഊണിൻ്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വീട്ടിലെ ഊണ് എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വീട്ടിലെ ഊണ് തുടങ്ങിയ ജയച്ചൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഒറ്റപ്പാലം മായന്നൂർ പടിഞ്ഞാറ്റുമുറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു കുഞ്ഞു ആ വീട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ട് പാചകം ചെയ്ത് ഊണ് കൊടുക്കുന്ന ഒരു വീട്ടിലെ ഊണ്. ഊണിനൊപ്പം ചോറ്, സാമ്പാർ, ഒരു മീൻകറി, ഉപ്പേരി, മസാലക്കറി, അച്ചാർ, പപ്പടം. ചോറിന് 50 രൂപ. മീനുണ്ടെങ്കിൽ മീനിൻ്റെ വില അനുസരിച്ചിട്ടാണ് അതിന് പൈസ വാങ്ങുന്നത്. കുമ്പളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കോവയ്ക്ക. പുറമെ വേണമെങ്കിൽ പിന്നെ മേടിക്കുള്ളൂ. പിന്നെ തൊടിയിലത്തെ കായ കിട്ടാറുണ്ട്. നല്ല തേങ്ങ അരച്ച മീൻകറി. വാ, ഇതൊക്കെ വെളിച്ചെണ്ണല്ലേ പൊരിച്ച്? അല്ല, വെളിച്ചെണ്ണയിൽ ചെറിയ നമ്മളെ വീട്ടിലേക്കുള്ള അതേ സെയിം ആ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിൽ വറുത്തെടുത്താണ്.